പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഈ ഷോർട്ട് മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിവിടുതലും ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത സൗഖ്യം ആക്കുന്ന കർത്താവിനെ കുറിച്ചാണ് രാത്രികാലം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സൗഖ്യമാക്കുന്ന കർത്താവ് വിടുതലില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ചില രോഗത്തെ നോക്കി, ചില പ്രതികൂലത്തെ നോക്കി സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ഉണ്ട് എന്ന്. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായി ഇരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഏറിയ കാലമായി രോഗത്താൽ ഭാരപ്പെട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇത് ആരോടാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെരുശലേമിലെ ബെഥേസ്ത എന്ന കുളത്തിൻ്റെ കരയിൽ 38 വർഷമായി കിടക്കുന്ന ഒരു വ്യക്തിയോടാണ് യേശുക്രിസ്തു ഈ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയാം, നീ 38 വർഷമായിട്ട് രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? വർഷങ്ങളായി നീ രോഗത്താൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? വർഷങ്ങളായി പല വൈദ്യന്മാരെ കണ്ടിട്ടും മനുഷ്യനിൽ ആശ്രയിച്ചിട്ടും വിടുതലില്ലാതിരിക്കുന്ന വ്യക്തിയാണോ? സർവശക്തനായ ദൈവം നിന്നെ നോക്കി ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉപാധികൾ വിട്ടിട്ട്, മത്സര ചിന്തകളെ വിട്ടിട്ട് ദൈവസന്നിധിയിൽ ഒരു വാക്കു പറയാൻ നീ തയ്യാറാണെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 38 വർഷക്കാലം കുളത്തിൻ്റെ കരയിൽ കിടന്ന പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും സൗഖ്യമാക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടും അവസരം വിനിയോഗിക്കാതെ താനും മാറി നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം അടുത്ത് വന്ന് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ സ്പോട്ടിൽ വ്യക്തി പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. പിന്നാലെ കുറെ ഉപാധികൾ പറഞ്ഞ് യേശുവിനെ വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന് നിന്റെ ഉപാധിയല്ല കേൾക്കേണ്ടത്, അവൻ നിന്റെ ഉറച്ച തീരുമാനമാണ് കർത്താവിന് അറിയേണ്ടത്. ഉറച്ച തീരുമാനം, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് എന്ന് പറയാൻ നീ തയ്യാറാണെങ്കിൽ സൗഖ്യമാക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നിന്നെ സൗഖ്യമാക്കുവാനിടയായിത്തീരും. അവിടെ ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദീർഘകാലം കഷ്ടം അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദീർഘകാലം നീ കഷ്ടം അനുഭവിച്ച് വേദനപ്പെട്ട് നിരാശപ്പെട്ടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ മറക്കുന്ന ദൈവമല്ല. മനുഷ്യന്റെ സഹായം ഇല്ലാതിരിക്കുന്നിടത്ത് സർവശക്തനായ ദൈവം സഹായമായി നിന്റെ അടുക്കൽ കടന്നു വരുവാനിടയായിത്തീരും. പക്ഷേ യേശുവിന്റെ വചനം വിശ്വാസത്തോടെ അനുസരിക്കുമ്പോഴാണ് വിടുതൽ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. ഇന്ന് നാം വിടുതലിന് വേണ്ടി ലോഹിയെമ്പാടുക്കും വൈദ്യന്മാരെയും മറ്റു പല മേഖലകളിലും പണം കൊടുത്ത് ആശ്രയിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാം. ഉപാധികൾ വിട്ടിട്ട്
സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് നിന്നെ വിടുവിക്കുവാനിടയായി തീരും. 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, എഴുന്നേൽക്ക, നിന്റെ കിടക്കയെടുത്ത് നടക്ക, നിന്റെ പാരമ്പര്യം വിട്ട്, നിന്റെ സാഹചര്യം വിട്ട്, നിന്റെ ഉപാധികൾ വിട്ട് കിടക്കയെടുത്ത് എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ, കിടക്കയെടുത്ത് പോക എന്ന് പറയുമ്പോൾ നിന്റെ പാരമ്പര്യം, നിന്റെ ഉപാധികൾ, ചില ഒഴിവ് കഴിവുകൾ അത് വിട്ട് സർവശക്തനായ ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില വിഷയങ്ങൾക്ക് നിന്നെ ദൈവാത്മാവിൽ നിന്ന് വിടുവിക്കുവാനിടയായി തീരും. മനുഷ്യന് കഴിയാത്തത്, ലോകത്തിന് കഴിയാത്തത്, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക്, വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾക്ക് സർവശക്തനായ ദൈവം മറുപടി നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. മർക്കോസ് സുവിശേഷം 2:11-12 വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, തളർവാദക്കാരനെ യേശു സൗഖ്യമാക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ക്ഷീണിച്ച് ബലഹീനപ്പെട്ട് കിടക്കുന്ന വ്യക്തിയെ സർവശക്തനായ ദൈവം അവിടെ സൗഖ്യം കൊടുക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. കർത്താവ് നിന്റെ മുറിവുകളെ കെട്ടുവാനിടയായിത്തീരും. നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി തന്ന് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. പക്ഷേ എന്താണ് നാം ചെയ്യേണ്ടത്? സർവശക്തനായ ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുക്കുവാൻ, അവനിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ പ്രതികൂലം എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും, നിന്റെ സാഹചര്യങ്ങൾ എത്ര വർഷം പിന്നിട്ടതാണെങ്കിലും, ആമേ നിന്നെ അലട്ടുന്ന പ്രതിസന്ധികൾ, രോഗം പോലെയുള്ള ചില അനുഭവങ്ങൾ, ആമേ എത്ര വർഷങ്ങൾ കൊണ്ട് നിന്നെ അലട്ടുന്നതാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഒരു വിഷയമല്ല. സർവശക്തനായ ദൈവത്തിൽ ആമേൻ ആശ്രയിക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിന്റെ ആമേ വിഷയത്തിന്റെ നടുവിൽ സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ സൗഖ്യമാക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.